പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു, ശാന്തശീലർ ഭാഗ്യവാന്മാരാണ്. ശാന്തശീലർ, ദൈവമായ കർത്താവ് ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് ശാന്തശീലം ഉള്ള വ്യക്തികളെയാണ്. ശാന്തശീലമുള്ള വ്യക്തികളെയാണ് ദൈവം ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത്. ഭാഗ്യവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഭാഗ്യവാനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ലോട്ടറി അടിച്ചാൽ അവൻ ഭാഗ്യവാനാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാകാം. കുറേ സമ്പത്തുണ്ടായാൽ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ, വാഹനം മേടിച്ചാൽ, അതുപോലെ തന്നെ വിദേശത്ത് ജോലിയോ മറ്റു ഉയർന്നമായ മേഖലകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അവരെ നോക്കിക്കൊണ്ട് പറയും ഭാഗ്യവാൻ എന്ന് പറയും. എന്നാൽ പ്രിയ സഹോദരങ്ങൾ, ദൈവം അത് പറയുന്നില്ല. അത് മനുഷ്യൻ പറയുന്ന ഭാഗ്യവാനാണ്. ദൈവം ആരെ നോക്കിക്കൊണ്ടാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്? ദൈവം പറയുന്ന ഭാഗ്യവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഭാഗ്യവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒന്ന്, വാഴ്ത്തപ്പെട്ടവനെന്ന്. ഭാഗ്യവാൻ, സന്തോഷം അനുഭവിക്കുന്നവൻ, അവനാണ് ഭാഗ്യവാൻ. സന്തോഷം അനുഭവിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനായിരിക്കണം, അതുപോലെ തന്നെ സന്തോഷം അനുഭവിക്കുന്നവനായിരിക്കണം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിന് മുമ്പിൽ വാഴ്ത്തപ്പെട്ടവനായിരിക്കണം. അതുപോലെ തന്നെ ഭാഗ്യവാന് മറ്റൊരു വാക്കും കൂടെ അർത്ഥമുണ്ട്, അനുഗ്രഹീതൻ. അനുഗ്രഹീതൻ, വാഴ്ത്തപ്പെട്ടവൻ, സന്തോഷം അനുഭവിക്കുന്നവൻ. ഈ 3 അർത്ഥമാണ് ഭാഗ്യവാൻ എന്നുള്ള വാക്കിന് നമ്മൾ നിഘണ്ടു പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്. അനുഗ്രഹീതൻ, വാഴ്ത്തപ്പെട്ടവൻ. അപ്പം ഞാൻ ദൈവത്തിന് മുമ്പിൽ അനുഗ്രഹീതനായി മാറണം. ദൈവത്തിന് മുമ്പിൽ ഞാൻ അനുഗ്രഹീതനായി മാറണമെങ്കിൽ ഇവിടെ പറയുകയാണ്, ശാന്തത ആവശ്യമാണ്. ശാന്തശീലൻ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ശാന്തതയുണ്ടോ? പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണോ? മറ്റുള്ളവരോട് കോപിക്കുന്ന മനോഭാവമുള്ള വ്യക്തിയാണ്? യാതൊരു ശാന്തതയുമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നമ്മളെല്ലാവരും നിർഭാഗ്യവാന്മാരാണ്. നമുക്ക് കാണുവാൻ സാധിക്കും, ഭാഗ്യവാനെക്കുറിച്ച് ആദ്യം ബൈബിളിൽ പറയുന്നത് 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം തിരുവചനം, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ മാർഗത്തിൽ സഞ്ചരിക്കുകയോ പരിഹാസകളുടെ പീഠങ്ങളിൽ പോയി ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാനെന്ന് 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളൊന്ന് തിരിച്ചറിയണമേ, ഞാൻ ദൈവത്തിന് മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറണമെങ്കിൽ, ഭാഗ്യവാനായി മാറണമെങ്കിൽ, സന്തോഷം അനുഭവിക്കുന്നവരായി മാറണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആ സന്തോഷം നിലനിന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ എളിയ തലത്തിലേക്ക് ഇറങ്ങി വരണം. ആ എളിമ ഞാൻ അഭ്യസിക്കണം. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ശാന്ത ജീവിതം എനിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് നവ്യമായ സന്തോഷം ദൈവം കൊടുക്കുമെന്ന്. ശാന്തശീലർക്കാണ് നവ്യമായ സന്തോഷം ലഭിക്കുന്നത്. അതുപോലെ തന്നെ സെഫാനിയയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സൗമ്യശീലർ കർത്താവിനെ അന്വേഷിക്കുകയും അവിടുത്തെ കണ്ടെത്തുകയും ചെയ്യുന്നു. അപ്പം സൗമ്യശീലമുള്ള വ്യക്തിയാണ് കർത്താവിനെ അന്വേഷിക്കുന്നതും അവിടുത്തെ കണ്ടെത്തുന്നതും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ശാന്തത നിറഞ്ഞ ജീവിതം നയിക്കുവാൻ, ഒരു സൗമ്യമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് ഈശോയുടെ മുമ്പിൽ തീരുമാനമെടുക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച കർത്താവെ, നന്ദി പറയുന്നു. ഒരു സൗമ്യ ജീവിതം നയിക്കുവാൻ, ശാന്തതയോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവെ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് അങ്ങയുടെ ആത്മാവിൻ്റെ ഫലമാകുന്ന സൗമ്യത കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആ സൗമ്യത അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.